കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി 1-നാണ്. ഈ മാസം 31-ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. ഇരുസഭകളിലും രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തും. വിവരങ്ങളുമായി ആർ അച്യുതൻ, ആ നയപ്രഖ്യാപനത്തിന്റെ ഇടക്കാല ബജറ്റിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂടി എന്താണ് അച്യുതൻ? ഹാഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം കൂടിയായിരിക്കും ഈ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനം എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം വമ്പൻ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇതിലുണ്ടാകും. കാരണം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും. ഒപ്പം തന്നെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ, അത് പ്രതിപക്ഷ ഭരണപക്ഷ ആരോപണങ്ങൾ അതെല്ലാം ഉയരുവാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സമ്മേളനത്തിലുണ്ട്. എന്തായാലും 31-ാം തീയതി, ഈ മാസം 31-നാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തുക. അത് ഇരു സഭകളിലും നടത്തും. അതിനുശേഷം നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചകളായിരിക്കും ഇരു സഭകളിലും ഉണ്ടാവുക. ആ ചർച്ചകൾക്കുള്ള മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകും. ഇതിൽ ഫെബ്രുവരി 1-നാണ് ഈ ഇടക്കാല ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഉള്ള ഒരു സമ്മേളനം കൂടിയാണ് ബജറ്റ് സമ്മേളനം. ഹാഷ്മി, ഓക്കെ, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ് സമ്മേളനം, ഇടക്കാല ബജറ്റ്, അതിലെ പ്രഖ്യാപനങ്ങൾ, അപ്പോൾ സാധാരണ ഒരു ബജറ്റ് എന്നതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട്.